പേപ്പർ കില്ലിങ്ങിൽ നമുക്കിനി അടുത്തൊരു മോഡൽ തയ്യാറാക്കാൻ നോക്കാം. അതായത് ഇതുപോലെ നമ്മുടെ ആ വലിപ്പം അനുസരിച്ചുള്ള ഒരു റോളുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതിലേക്ക് നമ്മൾ ചുറ്റിയെടുക്കുക. അതിന് പുറത്തൊന്നായി ക്രമമായി ചുറ്റിയെടുക്കുക. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ലളിതമായ മോഡലുകളാണ്. വളരെ എളുപ്പവും വളരെ സൂക്ഷിച്ച് നമുക്ക് ചുറ്റിയെടുക്കാം. കയ്യിൽ നിന്ന് അയഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അയഞ്ഞു പോകാതെ നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ചുറ്റിയെടുത്തതിനെ നമുക്ക് ഗം വെക്കാം. ചേർത്ത് ഒട്ടിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള റൂളുകൾ. അത് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ചെയ്യുന്ന മോഡലിന് അതിൻ്റെ അനുസരിച്ച് വലിപ്പവും വ്യത്യാസപ്പെടുത്തി നമുക്കത് ചെയ്യാവുന്നതാണ്. ഇതുകൊണ്ട് നമ്മൾ അടുത്ത എങ്ങനെയാണ് മോഡൽ ഉണ്ടാക്കുക എന്ന് നോക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുമ്പ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് വെച്ച് നമുക്ക് അതിൻ്റെ ഡിസൈന് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്കൊരു ഇതാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷേപ്പ് നമുക്കുണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു സൈഡ് അമർത്തി കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷേപ്പിലേക്ക് അത് കിട്ടുന്നതാണ്. ഈ രീതിയിൽ ഇതുപോലുള്ള മോഡലുകളൊക്കെ ഉണ്ടാക്കാൻ ഇതാണ്. നമുക്ക് ഗം വെച്ച് ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുമ്പോൾ ഈ രീതിയിലുള്ള മോഡൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വളരെ എളുപ്പം ചെയ്യാവുന്ന മോഡലുകളാണിത്.